നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 28 ഞായർ 2025 വാർത്തകളിലേക്ക്. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ്. അടുത്ത മാസം 5 മുതൽ തൊഴിലുറപ്പ് സംരക്ഷണ പോരാട്ടം തുടങ്ങുമെന്ന് ദില്ലിയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഹൈക്കമാൻഡ് നേതൃത്വം വ്യക്തമാക്കി. ഗ്രാമീണ ജനതയുടെ അവകാശമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആക്രമിക്കുകയാണെന്നും രാജ്യം ഒരു വ്യക്തിയുടെ താൽപ്പര്യങ്ങളനുസരിച്ച് മാത്രം നീങ്ങുന്ന വൺ മാൻ ഷോ ആയി മാറിയിരിക്കുകയാണെന്നും മന്ത്രിസഭ അറിയിക്കാതെ പ്രധാനമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി മറികടക്കാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ തിരുത്തൽ നടപടികൾ വേഗത്തിൽ ആരംഭിക്കും. പ്രവർത്തകരെയും ജനങ്ങളെയും പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു. തുടർച്ചയായി ഇടത് ഭരണം ഉണ്ടായിരുന്നിടത്തെല്ലാം തിരിച്ചടി നേരിട്ടെന്നും ഇത് മുൻകൂട്ടി കാണാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് വീഴ്ചയുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അതേസമയം ശബരിമല വിവാദത്തിൽ പത്മനാഭനെതിരായ സംഘടനാ നിലപാട് ശരിയാണെന്നും എന്നാൽ ശബരിമല വിവാദം ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നും AI അല്ലെന്നും താൻ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഒറിജിനൽ ആണെന്നും കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ലെന്നും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ അവർക്കൊക്കെ ഇതായിരിക്കും അനുഭവമെന്ന് ബോധ്യപ്പെടുത്താൻ കാണിക്കുന്ന പ്രക്രിയയാണ് പോലീസ് കേസെന്നും N സുബ്രഹ്മണ്യൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ കോൺഗ്രസിനെതിരെ ചോദ്യങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കോൺഗ്രസ് ഉരുളല്ലേ വേണ്ടത് മറുപടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചോദ്യങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കിടന്നുരുളുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. വ്യക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരിഹാസമല്ല, കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിലത് അറിയാനുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. ശബരിമലയിൽ ഇക്കുറി റെക്കോർഡ് വരുമാനം. ഇത്തവണ വരുമാനം 332.77 കോടി രൂപയായി ഉയർന്നു. ഇതിൽ 83.17 കോടി രൂപ കാണിക്കയായി ലഭിച്ചു. കഴിഞ്ഞ വർഷം 297.06 കോടി രൂപയായിരുന്നു ശബരിമലയിലെ വരുമാനം. ഇത്തവണ തീർത്ഥാടക എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും വരുമാനം വർദ്ധിച്ചു. ഇന്നലെ ഉച്ചവരെ എത്തിയത് 30,56,871 പേരാണ്. കഴിഞ്ഞ തവണ ഇതേ സമയം ശബരിമലയിലെത്തിയത് 32,49,756 പേരും എത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നവരെ ഹിയറിംഗിന് വിളിക്കില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കണ്ടെത്താനാവാത്തവരുടെ പട്ടികയിലും ബൂത്ത് തിരച്ചിലും വ്യാപക പ്രശ്നമുണ്ടെന്ന് വിമർശിച്ച കോൺഗ്രസ് രേഖയായി ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതിനെയും എതിർത്തു. ഇതിനിടെ SIR-നായി വില്ലേജ് ഓഫീസുകൾ, ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സർക്കാർ ഉത്തരവിറക്കി. സംവിധായകൻ PT കുഞ്ഞുമോഹനെതിരെ ലൈംഗികാധിപത്യ കേസിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തിനെതിരെ WCC. ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടും നേരിട്ടും ഒരു മറുപടി നൽകിയില്ലെന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും FIR ഇട്ടത് 8 ദിവസങ്ങൾക്ക് ശേഷമാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. കേരള വിമൻസ് കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിച്ചതായി അറിയിച്ചെങ്കിലും നടപടികളുടെ തുടർച്ചയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും WCC വിമർശിച്ചു. വട്ടിയൂർക്കാവ് MLA VK പ്രസാദിനോട് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ R ശ്രീലേഖ. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് നടത്തിയ ബോൺ നദാല സാന്താക്ലോസ് റാലിയും നിശ്ചല ദൃശ്യങ്ങളടങ്ങിയ ഘോഷയാത്രയും നഗരത്തിന് പുതുവർഷ സന്തോഷത്തിൻ്റെ ആഹ്ലാദാനുഭവമായി. ചുവപ്പ് കുപ്പായവും തൊപ്പിയും ധരിച്ചെത്തിയ 10,000-ഓളം സാന്താക്ലോസുമാർ റാലിയുടെ മാറ്റുകൂട്ടി. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തെ വലിയ അട്ടിമറികൾ. തൃശൂർ മറ്റത്തൂരിൽ ജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും സ്വന്തം പാളയത്തിലെത്തിച്ച് BJP വൻ അട്ടിമറി നടത്തി. ചുവന്നൂർ പഞ്ചായത്തിലെ SNDP അംഗങ്ങളുടെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചു. എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 UDFന് വോട്ട് ചെയ്തായിരുന്നു മധ്യകേരളത്തിലെ മറ്റൊരു അട്ടിമറി. തൃശൂർ മാറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. BJPക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് വിമതയെ പ്രസിഡന്റാക്കിയ സംഭവത്തിൽ കൂട്ട നടപടിയുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. BJP പാളയത്തിലെത്തിയ 8 അംഗങ്ങൾ അടക്കം 10 പേരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൃശൂർ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ SDPI പിന്തുണയിൽ പ്രസിഡന്റായ AM നിതീഷിനെയും കോൺഗ്രസ് പുറത്താക്കി. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി എടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് സ്വതന്ത്രർ കാലുമാറിയുടെ പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ്. അനിൽ അക്കരെ
ആടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ് പിന്നാലെ ചേർത്ത് പിടിച്ച നാടിനുള്ള നന്ദി അനിൽ അക്കരെ കുറിച്ചു. അയാളുടെ നാട് കൈവിട്ടിരിക്കുമെന്ന് 5 വർഷം മുൻപ് മുൻ മന്ത്രി AC മൊയ്തീൻ നിയമസഭ സമ്മേളനത്തിൽ പ്രസംഗിച്ച് കണ്ണൂരോടെയാണ് താൻ കേട്ടിരുന്നതെന്ന് അനിൽ അക്കരെ പറഞ്ഞു. ആ വാക്കുകൾക്ക് ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷി ഉണ്ടായിരുന്നു, എന്നാൽ ആ യുദ്ധത്തിൽ മരിച്ചു വീഴാനല്ല തീരുമാനിച്ചതെന്നും അവിടെ നിന്ന് ആദ്യം മുതൽ തുടങ്ങുകയായിരുന്നുവെന്നും അനിൽ അക്കരെ കുറിച്ചു. പാലക്കാട് പെരിങ്ങോട് കുറിച്ചിയിൽ 60 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിന് പുറത്തായി. ബദിയടുക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ NDF തുണച്ചു. 3 പഞ്ചായത്തിൽ ക്വാറം തികയാത്തതിനെ തുടർന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. മലബാറിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയതയും വൻ ടെസ്റ്റുകളും. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ ഇടതുമുന്നണി തിരിച്ചടി നേരിട്ടപ്പോൾ നറുക്കെടുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ പഞ്ചായത്ത് LDFനെ കൈവിട്ടു. LDF അംഗത്തിൻ്റെ വോട്ട് ലഭിച്ചതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ പദവി UDF പിടിച്ചു. കൊല്ലം ചിറക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ BJPക്ക് ലഭിച്ചു. 8ാം വാർഡിൽ നിന്ന് വിജയിച്ച BJPയുടെ രമ്യ ആണ് വൈസ് പ്രസിഡന്റ്. UDF പിന്തുണയുടെ CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉല്ലാസ് കൃഷ്ണനാണ് പ്രസിഡന്റ്. NDA 6, UDF 5, LDF 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ കക്ഷിനില. ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തിൽ NDA ഭരിക്കും. ആല, ബുധന്നൂർ, കാർത്തികപ്പള്ളി, തിരുവണ്ടൂർ, പാണ്ടനാട്, ചെന്നിത്തല, ചെന്നം, പള്ളിപ്പുറം, നീലംപെരൂർ പഞ്ചായത്തുകളാണ് NDF പിടിച്ചത്. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട UDF സ്ഥാനാർത്ഥി രാജിവെച്ച്. കോൺഗ്രസിലെ S ഗീതയാണ് രാജിവെച്ചത്. SDPI പിന്തുണ വേണ്ടെന്ന KPC തീരുമാനപ്രകാരമാണ് രാജി. ചിറ്റൂരിൽ കാണാതെ 6 വയസ്സുകാരനായ വ്യാപക തെരച്ചിൽ. വീട്ടുമുറ്റത്തെ കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്നും ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിലുള്ള ഉണ്ടാകാനുള്ള പിണക്ക് മാത്രമായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതെന്നോടെയാണ് തെരച്ചിൽ നടത്തി. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. സൈക്കിൾ നിയന്ത്രണം വിട്ട് ഗേറ്റിൽ ഇടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വാസുദേവ് വിലാസത്തിൽ വിജയുടെ മകൻ ഭവന്താണ് മരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.